വിചാരത്തിലേക്ക് പോകാനുള്ള വഴികളിലൊന്നാണ് അനാവശ്യമായുള്ള നോട്ടം. നോക്കൂ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് പറയൂ നബിയെ, മുഅ്മിനീങ്ങളോട് കൽപ്പിക്കൂ നബിയെ. അള്ളാഹു കൽപ്പിക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ അള്ളാഹു പ്രത്യേകം പറയുകയാണ്. നബിയെ, മുഅ്മിനുകളോട് പറയൂ. അത് നമ്മെ അള്ളാഹു അറിയിക്കുകയാണ്, നമ്മെ കൊണ്ടത് പാരായണം ചെയ്യിക്കുകയാണ്. നബിയോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു മുഅ്മിനുകളോട് പറയാൻ. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധം. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ നമ്മുടെ കട്ടുനോട്ടം അറിയുന്നു, നമ്മുടെ കണ്ണിൻ്റെ ചലനങ്ങൾ അറിയുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നോട്ടം, അതായിരുന്നു തുടക്കം. എന്നാൽ എത്ര വലിയ അപകടത്തിലേക്കായിരുന്നു ഒരുപാട് ആളുകളെ ആ നോട്ടം കൊണ്ടുചെന്നെത്തിച്ചത്. കാരണം നമ്മുടെ കണ്ണുകൾ ഹൃദയത്തിലേക്കുള്ള കവാടങ്ങളാണ്. കണ്ണുകളിലൂടെ നീ കടത്തിവിടുന്ന മാലിന്യങ്ങൾ നിന്റെ ഹൃദയത്തിലാണ് പോയി പതിക്കുന്നത്. നോട്ടമെന്ന് പറയുന്നത് പിശാചിൻ്റെ അമ്പുകളിലൊന്നാണ്. ആ അമ്പു തറക്കുന്നത് മറ്റെവിടെയുമല്ല, നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തിന് അത് പരിക്കുണ്ടാക്കുന്നു, നിന്റെ ഈമാൻ അത് ചോർത്തിക്കളയുന്നു. സഹോദരങ്ങളെ, കണ്ണുകളെ നിയന്ത്രിക്കുക എന്നത് എളുപ്പമാണ്. എന്നാൽ കണ്ണുകളെ ഒരാൾ നിയന്ത്രിച്ചില്ല എങ്കിൽ, ഒരാൾ തോന്നുന്നിടത്തൊക്കെ നോക്കി പിന്നീട് അതിനപ്പുറത്തേക്ക് എത്തിപ്പെട്ടാൽ അവിടെ രക്ഷപ്പെടുക വലിയ പ്രയാസമായിരിക്കും. നീ നിന്റെ കണ്ണുകൾ താഴ്ത്തുക, ആ ഒന്നാമത്തെ പടി, അത് സഹോദര എളുപ്പമാണ്. പക്ഷെ അത് നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നീ നോക്കി ആ നോട്ടം നിന്റെ മനസ്സിൽ പല ചിന്തകളും വിട്ടുതന്നു, അത് പല തീരുമാനങ്ങളിലേക്കും നയിച്ചു. അത് വൃത്തികേടുകളിൽ പിന്മാറാൻ സാധിക്കാത്ത കുടുക്കുകളിൽ നിന്നെ അകപ്പെടുത്തി. എന്നാൽ അതിൻ്റെ തുടക്കം അതൊഴിവാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പം നൽകിയാൽ